പേര് പറയൂ. കല. കല. ശ്രീകല. ശ്രീകല. ശ്രീകല മിടുക്കിയാണല്ലോ. ഇപ്പൊ എന്താ ചെയ്യുന്നത് നമ്മളിവിടെ? ചാണകം. 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 ചാണകം ചെയ്യുന്നു. ഇത് വൃത്തിയാക്കി വളമല്ലേ ഇത്? വളം. വളം. ഇഷ്ടമാണോ സ്കൂളിൽ വരാൻ? ജൈവവളം ഉണ്ടാക്കുന്നു പറഞ്ഞേ. പറയില്ല, അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഇത് എങ്ങനെ സ്കൂളിൽ വരുന്ന ഇഷ്ടമാണോ? ഇവിടെ ആരെ ഏറ്റവും ഇഷ്ടം? ടീച്ചറിനെ. ഏത് ടീച്ചറിനെ? ടീച്ചർ എന്തൊക്കെ പഠിപ്പിക്കും? എല്ലാം പഠിപ്പിക്കും. എന്തൊക്കെ പഠിപ്പിക്കും? ഒരു പാട്ട് പാടുവോ? പ്ലീസ്. ദാണ്ടെ നമുക്ക് ടിവിയിൽ വരും, ഒരു പാട്ട് പാടൂ. പാടൂ, ഒരു പാട്ട്. മഞ്ജുവിടെ മഞ്ജുവിന് നാണം വന്ന് അപ്പോഴേക്കും അവിടെ. മഞ്ജു ഒരു പാട്ട് പാടൂ, ഞാൻ അങ്ങോട്ട് വരാം. അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് പോവാം. മഞ്ജുവിന്റെ അടുത്ത്. മഞ്ജു റെഡി ആയിക്കോ കേട്ടോ. ഇവിടെ എങ്ങനെയാണ്? അമ്മയല്ല, ചേച്ചിയാണ്. എത്ര കാലം കൊണ്ട് വരുന്ന കല ഇവിടെ? സ്കൂൾ തുടങ്ങി ആദ്യം തൊട്ടേ വരുന്നു. ആദ്യം തൊട്ടുള്ള സ്റ്റുഡന്റ്. ആദ്യം ചെറുതായിട്ട് നാറാണി വാർഡില് ആണ് തുടങ്ങിയത്. ചെറിയ രീതിയിലായിരുന്നു. അപ്പൊ ഒരു ടീച്ചറും ഒരു ഹെൽപ്പറും ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ കാര്യത്തിനും. അതിപ്പോ വളർന്ന് ഭയങ്കര വികസനമായി. ഫുഡൊക്കെ ആണെങ്കിൽ ഇവർക്ക് സ്കൂളിൽ വന്നാൽ നല്ല നീറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഫുഡിനൊന്നും ഒരു കുറവില്ല. ഇവർക്ക് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ ഒന്നും വേണ്ട, അത്രയ്ക്ക് ഭംഗിയായിട്ട് ഇവര് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഞങ്ങൾക്ക് രണ്ടാവശ്യമാണ്. ഒന്ന്, സ്കൂൾ വാന് ശരിയല്ല. ഇവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ ടീച്ചറെ വാൻ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ടാണ് അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് അത് ബുദ്ധിമുട്ടാണ്. സ്വന്തമായിട്ടൊരു വാഹനം വേണം. അത് ഇപ്പം ഉള്ള ഭരണസമിതി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വാഹനം കിട്ടുമെന്നാണ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇനിയുള്ള ഒരു പ്രതീക്ഷ അതാണ്. MLA ഫണ്ടിൽ നിന്ന് തരാമെന്ന് MLA സമ്മതിച്ചിട്ടുണ്ട്. അത് ഉടൻ അടുത്ത വർഷം അധ്യയന വർഷം പ്രാബല്യമാക്കുന്നു. അപ്പൊ അതാണ് ഒരു ആവശ്യം. പിന്നെ രണ്ടാമത്തെ ആവശ്യം അവര് പറഞ്ഞതുപോലെ ഹോസ്റ്റല്. അതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേറെ ഒരു സ്ഥാപനത്തിൽ പോണത് സങ്കടകരമാണ്. ഇവിടെ ആകുമ്പോൾ ഇവരെയൊക്കെ നല്ല പരിചയവും ഈ സ്കൂളുമായിട്ട് അവരങ്ങ് ഇണങ്ങി. അപ്പം ഇവിടെ തന്നെ ഒരു ഹോസ്റ്റൽ സൗകര്യം വരുത്തി. ഇപ്പം 2-3 കുട്ടികൾക്ക് അമ്മയും അച്ഛനും ഒക്കെ നഷ്ടപ്പെട്ട് വേറെയൊക്കെ കൊണ്ടാക്കേണ്ടി വന്നു. അപ്പം ആ ഒരു ഗതി വരാതെ ഇവരിവിടെ പഠിക്കുന്നതായിരുന്നു, പക്ഷെ വേറെ ആക്കേണ്ടി വന്നു. ഇതാ ഇപ്പം 1 മാസം ആയുള്ളൂ. വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ പോയി. അപ്പം ആരുമില്ലാതെ അടുത്ത വീട്ടുകാരാണ് ഒരു 2-3 മാസം നോക്കിയത്. അപ്പം ഇപ്പം എല്ലാവരും കൂടെ ചേർന്ന് പഞ്ചായത്തിനും ഇവിടെ ടീച്ചറെല്ലാം കൂടെ ഉൾപ്പെട്ട് ആക്കി. അപ്പം അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര വേദനയാണ്. നമ്മുടെ ആവശ്യം ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആദ്യം അമ്മയും അച്ഛനും ഇല്ലാത്ത കുറെ കുട്ടികളെ എടുക്കുക, എല്ലാവരും എടുക്കണ്ട. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വിപുലീകരിച്ച് അങ്ങനെ വരണമെന്നൊരാഗ്രഹം. മോളുടെ അമ്മയാണോ? മോക്ക് എത്ര വയസ്സായി? 34. എന്താണ് ഇവിടുത്തെ ഇവിടുത്തെ ഇവിടെ വിട്ടതിനെ സമയം ഇതേപോലെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ട്. പിന്നെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. പല്ല് വരെ തേച്ച് കൊടുക്കണം. 2-3 സൈലന്റ് ആണോ? അങ്ങനെ പ്രശ്നമില്ല. സ്കൂളിൽ വരുന്ന ഇഷ്ടമാണോ? സ്കൂളിലെങ്കിൽ വീട്ടിൽ കസേരയോടൊപ്പം എന്നെ ഇടി ഭയങ്കര ബഹളങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ആരടുത്തും കടങ്ങൾ പൈസ വാങ്ങി യാത്രകളായിരിക്കും 2-3 ദിവസം. വീട്ടിലാരും ഇല്ല, ഞാനും അവളും തന്നെ. പിന്നെ ഇവളെ ഇട്ടിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവളെ നോക്കാൻ ആരും ഇല്ല. അങ്ങനെ അച്ഛൻ മരിച്ച് കൊല്ലാവണ്. ഒരു മോളാണോ? ഒരു മോൻ ഉണ്ട്. അവർ നമ്മളെ നോക്കില്ല, ഞാനും അവനെ നോക്കില്ല. എനിക്ക് ഒന്നും കൊടുക്കാനും വാങ്ങാനും ഇല്ല. അങ്ങനെ കഷ്ടം തന്നെ. പിന്നെ എന്താ വെച്ചാൽ സ്കൂൾ ഉള്ളപ്പം രാവിലെ വരും, രാത്രി വൈകുന്നേരം അങ്ങ് കൊണ്ടുവിടും. ഇല്ലാത്ത സമയം ഭയങ്കര. ഇനിയിപ്പോൾ ഇന്നിങ്ങനെ ആയി, സ്കൂളുണ്ടെന്ന് പറഞ്ഞ് ഇനി നാളെ ഭയങ്കര ബഹളമായിരിക്കും. അത് ഇന്ന് രാത്രി അങ്ങ് തുടങ്ങും. പിന്നെ ഇടി എല്ലാം ഉണ്ട്. അതേപോലെ അവർ പറയും പോലെ ഒരു കാസ്റ്റൽ കിട്ടിയ നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ടല്ലോ മോളുടെ കാര്യത്തിൽ. നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഹലോ പറയും. ഹായ് പറ. ഹായ്. പേര് പറയാ. ഗുഡ് ഗേൾ. അവിടെ ഒരാൾ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആവശ്യം ഹോസ്റ്റൽ എന്നുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മുടെ അധികാരികൾ കാണട്ടെ, അത് വളരെ വേഗം. അത് നിങ്ങളുടെ ഈ വിഷമമൊക്കെ ഒന്ന് കാണട്ടെ. അത് കണ്ട് അവരെന്തെങ്കിലുമൊക്കെ. നമുക്കൊരു പാട്ട് പാടിയാലോ? പേരെന്താ? എന്റെ പേര് മഞ്ജു വിയാർ. മഞ്ജു വിയാർ. നമ്മൾ ഫുൾ നെയിം ആണ് പറഞ്ഞത്. മഞ്ജു. മഞ്ജു പാവാണോ? പാവം. മഞ്ജു പാട്ട് പാടുവോ? ഒരു പാട്ട് പാടാം. മിടുക്കിയാണല്ലോ. എന്നൊരു പാട്ട് പാടിക്കാം. എന്നെ കാണാനും പെണ്ണെ നീ കേട്ടാ വരൂ. എന്നെ കാണാൻ വരും പെണ്ണെ നീ കേട്ടാ വരൂ. കലാനേ കമില്ല
കാണാനേക്കുന്നില്ല എന്നെ കാണാനും തന്തം പെണ്ണെന്നെ നീ കേട്ടാൽ എന്ന് വരും. കയ്യടിക്ക് ക്ലാപ്പി. ഇതാരാണ്? പേരെന്താണ്? അപരാധ അഭിനാഥ്. അടിപൊളി പേരാ അഭിനാഥ്. എന്താ ചെയ്യുന്ന ഇപ്പൊ അഭിനാഥ്? ഇതെന്താ അത്? വളം ഉണ്ടാക്കുവാണോ? ചാണകമൊക്കെ ഇട്ട് വളം ഉണ്ടാക്കുവാണോ? ഇഷ്ടാണോ? ഭയങ്കര ഹാപ്പിയാണ്. ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. മിടുക്കനാണല്ലേ? ഹോസ്റ്റൽ സൗകര്യം 1, 2 ഇവർക്ക് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന് കുറച്ചുകൂടി നന്നായിട്ട് കുറെ കൂടി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി മെഷീൻസ് വേണം. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു 2000 പാക്കറ്റ് ഉണ്ടാക്കണം. നമ്മൾ ആദ്യം ഒരു 20 പാക്കറ്റ് ആയിരുന്നു ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റ് വന്നുകൊണ്ട് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ സാറിനോട് പറഞ്ഞ് നമുക്കൊരു 150 പാക്കറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സാഹചര്യങ്ങൾ പറ്റത്തില്ലാത്തതുകൊണ്ട് അന്ന് മഴയും കാര്യമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാഡം വന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് 2000 വളം ഉണ്ടാക്കാം ടീച്ചർ, ഞങ്ങൾക്ക് മാഡം സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ട്. എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കുട്ടികൾ എന്നെക്കാളേറെ സ്നേഹിക്കുന്നത് മാഡമാണ് എനിക്ക് തോന്നുന്നു. അമ്മമാർ കഴിഞ്ഞിട്ട് ഞാൻ വഴക്കെങ്കിലും പറയും, മാഡം അങ്ങനെയല്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെൽപ്പർമാർ 2 പേരുണ്ട്. അവരും കുട്ടികളെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. അവരെ ഫുഡൊക്കെ കൊടുത്താൽ മതി അവർക്ക്, അങ്ങ് ആ ലെവലിലാണ്. അപ്പോൾ ഈ 2000 പാക്കറ്റ് ഉണ്ടാക്കി ഞാനും മാഡവും കൂടെ ഇങ്ങനെ നമ്മൾ കണക്കാക്കി ഇത്ര രൂപ കൊണ്ട് ഇത്രയും പാക്കറ്റ് വിറ്റാൽ എത്ര രൂപ കിട്ടും, അത് ആ കുട്ടികൾക്ക് വളരെ തുച്ഛമായിട്ട് തുക കിട്ടുള്ളൂ. അപ്പോൾ മാഡത്തിൻ്റെ ആഗ്രഹം ഇതൊന്നുമല്ല. ഞാൻ ഇങ്ങോട്ട് വരാം. നമുക്ക് നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരു മന്ത്ലി ഒരാൾക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും? അങ്ങനെയെങ്കിൽ ഒരു 15,000 എങ്കിലും ഏൺ ചെയ്യണം. അതാണ് നമ്മുടെ നല്ലൊരു പ്രോജക്റ്റ് ആണ് സത്യം. ഇവർ വർക്ക് ചെയ്യുമ്പോൾ തളർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കുനിഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ കഴുത്ത് വേദന എന്ന് വെച്ചാൽ ഒന്നാമത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്. അപ്പോൾ ഇവർക്കുള്ള കഴിവ് ഫുള്ള് ഇത് ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. ഞങ്ങളെ മക്കളായാലും ഒരു പരിധി വരെ നമ്മൾ ആ മക്കളെ മതിയാക്കുമെന്ന് പറയും. പക്ഷേ ഇവരെ ചെയ്തുകൊണ്ടിരിക്കും. അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ അങ്ങനെ ചെയ്തപ്പം ഞാൻ മാഡത്തിന് മാഡം ഇവരെ കൂടുതൽ കഷ്ടപ്പെടുത്താൻ പറ്റൂല നമുക്ക്. അപ്പോഴാണ് മാഡം പറഞ്ഞു, ടീച്ചർ നമുക്കൊരു കാര്യം ചെയ്യാം, മെഷീനറീസിലോട്ട് പോയാൽ എന്ത്. അപ്പോൾ മാഡം അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ ചെറിയ രീതിയിൽ ചിന്തിച്ചു മാഡം, പക്ഷെ വലിയ രീതിയിൽ ചിന്തിച്ചു. അത് വലിയ രീതിയിൽ ചിന്തിക്കണല്ലേ, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി വന്നു. എനിക്ക് ഇവരെ ഒന്നും പരിചയമില്ല, പക്ഷെ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ അവരുടെ ഒരു ആശങ്ക ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇനി ഇവരുടെ ഒരു കാലം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു വലിയ ആശങ്ക അവർക്കുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഏണിങ്സ് ഉണ്ടെങ്കിൽ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് പരിധികളുണ്ട് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇപ്പം മാഡം വന്നതിന് ശേഷം നമുക്ക് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റ് ബ്ലോക്കിൽ നിന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ നാച്ചുറോപ്പതി ഡോക്ടറുണ്ട്. അവർക്ക് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ എന്നെ ഒപ്പം നിന്ന് സഹായിക്കാൻ ഇതുവരെ എനിക്ക് ആരെയും കിട്ടിയിട്ടില്ല. രക്ഷകർത്താക്കളോടൊപ്പം അവർക്കൊരു പരിധിയുണ്ട്. പക്ഷെ എനിക്കിപ്പം കിട്ടിയതാണ്. മാഡത്തിനെ കിട്ടിയ ഭയങ്കര സന്തോഷമാണ്. അതിൽ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി ചെയ്യിക്കാനാണ് ഇപ്പൊ നമ്മൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. കാരണം CPI കുട്ടിക്ക് ഒന്നും വളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തെറാപ്പി കൊടുക്കുന്ന നമ്മളിവിടെ ഇപ്പൊ ആർക്കൊക്കെ ബെഡ് റിഡൻ തെറാപ്പി പാലിയേറ്റീവ് കെയറിൽ നിന്ന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്.